അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ ചെറിയ കുഞ്ഞു നനച്ചുള്ളിയുടെ വിശേഷങ്ങളും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഡയറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുന്നതെന്ന് കരുതുന്നു. എല്ലാവരും റമദാനിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മളിതാ ഏറെക്കുറെ കഴിഞ്ഞ് വരുന്നു കേട്ടോ. അപ്പോൾ ഇതാ മോർണിംഗ് എഴുന്നേറ്റ് എല്ലാവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇന്ന് ഓട്സ് റെഡിയാക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ തലേ ദിവസം തന്നെ ഓട്സ് ഓവർനൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇപ്പോൾ ഞാൻ അതിലേക്കുള്ള ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് അതിലിടാൻ വിചാരിച്ചു. അപ്പോൾ ഒന്ന് തണുത്ത് റെഡി ആകുമ്പോൾ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. പിന്നെ മധുരമൊന്നും ആഡാക്കാതെ നമ്മൾ പാല് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ആഡാക്കാറില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ആപ്പിള്, അതേപോലെ ആപ്പിളിൻ്റെ ഒരു പകുതി ഇട്ടോ, പിന്നെ 2 സ്ട്രോബെറി, പിന്നെ 2 ഡേറ്റ്സും, പിന്നെ നമ്മൾ റോബസ്റ്റയും കൂടി ആട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഓട്സിൽ വെള്ളമൊക്കെ നന്നായിട്ട് സോക്കായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലേക്ക് ഇത്തിരിയും കൂടെ വെള്ളമൊക്കെ ആഡാക്കി കൊടുത്തു. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ അതിലേക്ക് ആഡാക്കി കൊടുത്തിട്ടോ. ഇന്നിപ്പോൾ നമ്മൾ ചിയാ സീഡും കൂടെ അതിൻ്റെ കൂടെ ആഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതും ഒക്കെ മിക്സ് ചെയ്തിട്ട് അത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ചപ്പാത്തി ആട്ടോ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉപ്പക്ക് പത്തിരി അങ്ങനത്തെ സംഭവങ്ങളൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ പിന്നെ അതിനേക്കാളൊക്കെ ഇഷ്ടം ചപ്പാത്തിയാണ്. അപ്പോൾ ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും ചപ്പാത്തി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഇതാ ബേബീസിനുള്ള കഞ്ഞി റെഡിയാക്കുന്നുണ്ട് കേട്ടോ. ചപ്പാത്തി ആയതുകൊണ്ട് തന്നെ അവർ കഴിക്കൂല വല്ലാണ്ട്. അപ്പോൾ പിന്നെ കഞ്ഞി പെട്ടെന്ന് തന്നെ കൊടുക്കാമല്ലോ വിചാരിച്ച് കഞ്ഞി റെഡിയാക്കുകയാണ്. അതിനിടയിൽ ബേബീസൊക്കെ എഴുന്നേറ്റ് വന്ന് അവർക്കുള്ള ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിന് ബേബി ഇതാ വാട്ടർ ബോട്ടിലൊക്കെ കയ്യിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു വാട്ടർ ബോട്ടിലേ ഉള്ളൂ, ഒന്നും കൂടെ വാങ്ങിക്കണം വിചാരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. പക്ഷേ ഇപ്പോൾ ക്ലാസ്സിലൊക്കെ കുടിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ വല്ലാണ്ട് അങ്ങോട്ട് വാങ്ങിക്കാനുള്ളൊരു ഇത് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് രാവിലെ എണീറ്റ് വന്നാൽ ഈ ബോട്ടിലാക്കുന്ന കണ്ട അപ്പോൾ 2 പേരും അടി തുടങ്ങും കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ ബേബീസിന് ഫുഡ് കൊടുക്കുകയാണ്. അവരിപ്പോൾ മാഷാ അല്ലാഹ് അവർക്ക് 2 വയസ്സായിട്ടുണ്ട്. അവരെ ഫീഡിങ്ങൊക്കെ ഏകദേശം നിർത്താനായിട്ടോ. അപ്പോൾ എത്ര പെട്ടെന്നാണ് നമ്മൾ 2 വർഷം കടന്നു പോയതെന്ന് ആലോചിക്കാൻ തന്നെ പറ്റുന്നില്ല കേട്ടോ. അതിനിടയിൽ നമുക്ക് സങ്കടമുള്ളതും സന്തോഷമുള്ളതൊക്കെ ഒരുപാട് കാര്യങ്ങളും കഴിഞ്ഞു പോയി. ഏതായാലും ഇവിടെ വരെയൊക്കെ എത്തിട്ടോ. അപ്പോൾ അവരെ ഫുഡൊക്കെ കൊടുത്ത് അവരൊന്ന് സെറ്റാക്കിയതിന് ശേഷം ഞാൻ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സൺഡേ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അസിമോക്ക് സ്കൂളില്ലാത്തതുകൊണ്ട് അവൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ വേണം കേട്ടോ. സ്കൂളില്ലാത്ത ദിവസം അവളിങ്ങനെ ചോദിക്കും, ഇന്ന് എന്താ ഉണ്ടാക്കുമ്പോൾ ചോദിക്കട്ടോ. അപ്പോൾ ഇന്ന് ഏതായാലും അവൾക്ക് ബിരിയാണി റെഡിയാക്കാമെന്ന് കരുതിട്ടോ. അവൾക്ക് എന്നല്ല, ഉച്ചത്തേക്ക് ബിരിയാണി റെഡിയാക്കാമെന്ന് കരുതി. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങിട്ടോ. അപ്പോൾ നമ്മൾ ഇഞ്ചിയും അതേപോലെ വെളുത്തുള്ളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ റെഡിയാക്കി കട്ട് ചെയ്ത് വെക്കാമെന്ന് കരുതിയാൽ. അപ്പോൾ അതൊക്കെ അവിടെ കട്ടാക്കി സെറ്റാക്കി വെച്ചതിന് ശേഷം ഇതാ നമ്മളിവിടെ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പാം ഓയിലാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ സൺഫ്ലവറിൻ്റെ സ്റ്റോക്ക് തീർന്നു പോയി, അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ സ്പൈസസ് ഒക്കെ ആദ്യം ഇട്ട് കൊടുക്കും കേട്ടോ. പിന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കിയതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒരു 2 സെക്കൻഡ് 3 സെക്കൻഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കിയതിന് ശേഷം പിന്നെ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതേപോലെ ചില്ലി പേസ്റ്റ് അതൊക്കെ ആഡാക്കി കൊടുക്കും കേട്ടോ.
അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഓനിയനും കൂടെ ആഡ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് സോഫ്റ്റായി വന്നതിന് ശേഷമാണ് നമ്മളെ ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഞാൻ അതിലേക്ക് സോൾട്ട് ആഡ് ആക്കും കേട്ടോ. കാരണം സോൾട്ട് ആ സമയത്ത് തന്നെ ആഡാക്കി കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ സവാളൊക്കെ ഒന്ന് വയന്ന് വന്നോളേ. അപ്പോൾ അതിനിടയിൽ നമ്മൾ ബേബീസൊക്കെ വന്നിട്ട് ഇടയ്ക്കൊന്നും ഇങ്ങനെ ഭയങ്കര പൂതി കേട്ടോ ഞാൻ എടുക്കണം എന്നൊക്കെ. അപ്പോൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ കളിക്കും, അതിനിടയിൽ അടിമിടിയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഏതായാലും ഒരാളെടുത്താൽ പിന്നെ മറ്റാളെ എടുക്കണം, രണ്ടാൾക്കും ഒരേപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യണം കേട്ടോ. അത് നമ്മൾ അവരെ തുടക്കത്തിൽ തന്നെ നമുക്ക് അവരെ ഓരോ കാര്യങ്ങളും ഒരേപോലെ ചെയ്യുന്നത് കണ്ടിട്ട് ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ മറ്റാൾക്ക് ചെയ്യും എന്നുള്ളത് അവർക്കറിയാം. അപ്പോൾ അവരിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതായാലും നമ്മൾ അതൊക്കെ സെറ്റായി വന്നതിന് ശേഷം നമ്മൾ ടൊമാറ്റോ പിന്നെ നമ്മൾ സ്പൈസസ് പൗഡേഴ്സൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനിടയിൽ നമ്മൾ ബേബീസിനുള്ളതാ കഞ്ഞിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ബേബി റൈസാട്ടോ അവർക്ക് എടുക്കുക. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വന്നപ്പോഴത്തേക്കും നമ്മൾ ബിരിയാണീൻ്റെ റൈസും നല്ലപോലെ കുക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിവിടെ ഊറ്റിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ബിരിയാണി ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ അത് ദമ്മിട്ടിട്ട് ഒക്കെ ഒന്ന് സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിപ്പോൾ എല്ലാവർക്കും ഇപ്പൊക്കെ പള്ളി പോയി വന്ന പാടന്നെ ഫുഡ് ആയിക്കോട്ടോ. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനമാണ് ഫുഡായല്ലോ എന്നുള്ളത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളെ ബേബീസിനെ ഫ്രഷാക്കി അവരെ ഒന്ന് ഉറക്കട്ടോ. അവർക്ക് ഫുഡ് കൊടുത്തിട്ട് അവർക്ക് ഞാൻ ലഞ്ചിന് ബിരിയാണി തന്നെ കേട്ടോ കൊടുത്തത്. അപ്പോൾ അതൊക്കെ കൊടുത്ത് വന്നപ്പോഴത്തേക്കും സമയം ഏകദേശം 1:30-2 മണിയായിട്ടുണ്ട് കേട്ടോ. ബേബീസിനെ ഉറക്കുന്ന സമയം 1:30ക്കാണ്. അപ്പോൾ ഒരാളെ ബെഡിലും ഒരാളെ തൊട്ടിലൊക്കെ ആയിട്ട് രണ്ടാളും ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ ഉറക്കിയതിന് ശേഷമാണ് ഇന്ന് നമ്മൾ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ബേബീസിന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുത്തു. അതുകൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 11:30-11:45 അല്ലാന്നുണ്ടെങ്കിൽ ഒരു 12 മണീൻ്റെ ഉള്ളിലായിട്ട് എങ്ങനെയായാലും നമ്മൾ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യലുണ്ട്. അപ്പോൾ ഏതായാലും ഇന്ന് വല്ലാണ്ട് വിശപ്പൊന്നും ഫീൽ ആയിട്ടില്ലേന് കേട്ടോ. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല. നമ്മളിങ്ങനെ ഇങ്ങനെ ഓരോ പണിയിൽ എൻഗേജ്ഡ് ആയിരിക്കുമ്പോൾ നമുക്ക് വല്ലാണ്ട് വിശപ്പ് ഫീൽ ചെയ്യൂല കേട്ടോ. അങ്ങനെയായിട്ട് എനിക്ക് തോന്നിയത്. അപ്പം എനിക്ക് കൂടുതലും ഉച്ചയ്ക്ക് ശേഷമാണ് വിശക്കുക. കാരണം നമ്മൾ ആ സമയത്ത് കൂടുതലും ഫ്രീ ആയിട്ട് ഇരിക്കുകയാണല്ലോ ചെയ്യുക. അപ്പോൾ എനിക്ക് ആ ഒരു സമയത്താണ് വിശക്കണ ഒരു ടെൻഡൻസി തോന്നാറ് കേട്ടോ. അപ്പോൾ അതായത് നമ്മൾ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്തതിന് ശേഷം ഞാൻ നേരെ ക്ലീനിങ് നമ്മൾ നനച്ചുള്ളിയുടെ പരിപാടിയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നും മുകളിലത്തെ ഫ്ലോർ തന്നെയാണ്. അപ്പോൾ ഇന്നലെ ഞാൻ ഒരു റൂമും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. അപ്പോൾ 3 ദിവസം കൊണ്ട് നമ്മൾ മുകളിലത്തെ അങ്ങോട്ട് കംപ്ലീറ്റ് ആക്കാമെന്ന് കരുതി നിൽക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ മുകളിലത്തെ 3ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ യൂസ് ആക്കുന്ന റൂം കേട്ടോ. അപ്പോൾ ഇവിടെ വല്ലാണ്ട് പണിയൊന്നുമില്ല. കാരണം നമ്മൾ ഡെയിലി യൂസ് ആക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഡെയിലി ക്ലീൻ ചെയ്യലുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ വല്ലാണ്ട് പരിപാടീസ് ഒന്നുമില്ല. എന്നാലും ഒന്ന് ജസ്റ്റ് തട്ടിക്കൊട്ട അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ ഇതിന് മുമ്പ് ഒരു കുഞ്ഞിരാക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് വേസ്റ്റൊക്കെ തട്ടിക്കൊട്ടി കളഞ്ഞിട്ടുണ്ടായിരുന്നു ഈ റൂമിൽ നിന്ന്. അപ്പോൾ പിന്നെ വല്ലാണ്ട് വേസ്റ്റ് ഒന്നുമില്ല. എന്നാലും നനച്ചുള്ളിയുടെ ഭാഗമായിട്ട് ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് മാത്രം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. നമ്മൾ ബേബീസ് ഉറങ്ങുന്നതാണ് കേട്ടോ. അപ്പോൾ അവർ എഴുന്നേൽക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഉമ്മ മാനേജ് ആക്കും. എന്നാലും ഒരുപാട് സമയമൊന്നും അവരെ ഉമ്മയുടെ അടുത്ത് നിർത്താൻ പറ്റില്ലല്ലോ. അവർ കരച്ചിൽ കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഉമ്മക്ക് അവരെ മാനേജ് ആക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് നമ്മൾ പരിപാടിയൊക്കെ തീർക്കാൻ കേട്ടോ. അപ്പോൾ ഈ റൂം പെട്ടെന്ന് തീർത്തിട്ട് വേണം. പിന്നെ മുകളിലത്തെ സിറ്റ് ഔട്ടും അതേപോലെ മുകളിലത്തെ ഹോളുണ്ട്. പിന്നെ നമുക്കൊരു ഓപ്പൺ ഏരിയയും കൂടെ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് അടിച്ചു വരാനുള്ളൂ. കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അടിച്ചു വാരലുണ്ട്. എന്നാലും ജസ്റ്റ് ഒന്ന് അടിച്ചു വരാം. അപ്പോൾ നമ്മൾ മാഷാഅല്ലാ നമ്മൾ ഈ റൂമിൻ്റെ നനച്ചുള്ളിയുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ സെറ്റാക്കിയിട്ട് കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മുകളിലത്തെ ഫ്ലോർ കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ലഞ്ച് എടുത്തത്. അപ്പോൾ ലഞ്ചിന് ബിരിയാണി ഒരു കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ദിവസമായി റൈസ് കഴിച്ചിട്ട്. അപ്പോൾ ഞാൻ അതൊരു കപ്പും പിന്നെ നമ്മൾ മമ്പയർ പുഴുങ്ങിയിട്ടുള്ള ആ ഒരു ഐറ്റവും ആണ് എടുത്തത്. ഇതോടെ ഞാൻ ഇന്നത്തെ ഫുഡ് ക്ലോസ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഞാൻ നൈറ്റ് ഫുഡൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ മാക്സിമം സപ്പോർട്ട് വെക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ, ടാറ്റാ.